ബിഗ് ബോസ് വീട്ടിൽ നിലവിലെ സാഹചര്യത്തിൽ ടിക്കറ്റ് ഫിനാലെ പോയിന്റുകൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്ന രണ്ട് മത്സരാർത്ഥികളുടെ പേര് പറയാനാണ് ബിഗ് ബോസ് അവിടെ ടാസ്ക് കൊടുത്തത്. അല്ലാതെ ഇവിടെ തുടരാൻ കഴിയാത്ത മത്സരാർത്ഥികൾ, അതായത് ടിക്കറ്റ് ഫിനാലെ കൊണ്ട് മാത്രം ഫിനാലയിലേക്ക് എത്താൻ സാധിക്കുന്ന മത്സരാർത്ഥികൾ ആയി തോന്നുന്ന രണ്ടുപേരുടെ പേര് പറയാനായിട്ട് പറഞ്ഞു. ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അവിടെ നോറയുടെ പേരാണ്. നോറ 2 വീക്കായിട്ട് എവിക്ഷനിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടും നോറയ്ക്ക് അവിടെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നീണ്ട കാര്യങ്ങൾ ഇരുന്ന് പറയും, കൃത്യമായിട്ട് ഒരു മറുപടി ആരെടുത്ത് പറയില്ല എന്നുള്ളത് കൊണ്ടും അങ്ങനെ എല്ലാവരും പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ ആദ്യ പേര് എന്ന് പറയുന്നത് നോറയുടേതായിരുന്നു. പിന്നെ കുറെ പേര് പറഞ്ഞത് അവിടെ ശ്രീധുവിന്റെ പേരാണ്. ശ്രീധുവിന്റെ ഗ്രാഫ് എപ്പോഴും താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ അവസാന സമയത്ത് ഗ്രാഫ് ഉയർത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശ്രീധു പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അവിടെ ശ്രീധുവിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ പേരും പറഞ്ഞത് അവിടെ ജാസ്മിന്റെ പേരാണ്. 2 പേരുടെ പേരാണല്ലോ അവിടെ പറയേണ്ടത്. അപ്പൊ ശ്രീധു പിന്നീട് ജാസ്മിന്റെ പേരുമാണ് പറഞ്ഞത്. ജാസ്മിൻ പല സ്ട്രാറ്റജികളും പയറ്റി നോക്കിയിട്ടും അതൊന്നും ഫലിക്കാതെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ പ്രേക്ഷകർക്ക് ജാസ്മിന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നതല്ല, കണ്ടന്റുകൾ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നതല്ല. ഇപ്പോഴും ജാസ്മിൻ ഇവിടെ നിൽക്കുന്നത് അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അതൊരു എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം നിൽക്കുന്നതാണ് ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ജാസ്മിന്റെ പേരും പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അവിടെ നോറയുടെ പേരാണ്, പിന്നീട് ശ്രീധുവിന്റെയും ജാസ്മിന്റെയും. അവിടെ നന്ദനയുടെ പേര് ആകെ പറഞ്ഞത് അവിടെ ശ്രീധു ആണ് നന്ദനയുടെ പേര് പറഞ്ഞത്. ശ്രീധു പറഞ്ഞു, നന്ദന ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ലക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് പേരുടെ അടുത്ത് മാത്രം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് നന്ദന എന്ന് അവിടെ ശ്രീധു പറയുന്നുണ്ടായിരുന്നു. പിന്നെ അർജുനും ശ്രീധുവും പറഞ്ഞ ഒരു പേരെന്ന് പറയുന്നത് സായി ആയിരുന്നു. സായിക്ക് അവിടെ കൃത്യമായിട്ട് ഗെയിമൊക്കെ ഉണ്ട്, ഗെയിം പ്ലാനൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് കാണുന്നില്ല. സായിയുടേതായ ഒരു പ്രത്യേക കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണുന്ന തരത്തിൽ സായി അവിടെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സായിയാണ് അവിടെ വീക്കായിട്ട് തോന്നുന്നത്. ഈ ടിക്കറ്റ് ഫിനാലായിട്ട് ആവശ്യം സായിക്കുണ്ടെന്ന് തോന്നുന്നു എന്ന് അർജുനും ശ്രീധുവും പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞ പേരുകളിലൊന്ന് സായി ആയിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അവിടെ ശ്രീധുവിന്റെ പേര്, ജാസ്മിന്റെ പേരും നോറയുടെ പേരുമായിരുന്നു ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത്. കൂട്ടത്തിൽ നന്ദനയുടെ പേര് ആകെ ഒരാളാണ് പറഞ്ഞത്, ശ്രീധു മാത്രം. പക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീധു പറഞ്ഞത് പോരാഞ്ഞിട്ട് നന്ദന അക്കൂട്ടത്തിൽ വരേണ്ട ഒരു വ്യക്തി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. നന്ദനയ്ക്കും പ്രത്യേകിച്ച് അവിടെ കണ്ടന്റ് ഒന്നുമില്ല. ഒരു ബ്രദർ സിസ്റ്റർ കോംബോ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് നന്ദന. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒരു ഗെയിം ഉള്ളതായിട്ട് നന്ദനയ്ക്കും തോന്നിയിട്ടില്ല. നമുക്ക് പ്രേക്ഷകർക്ക് നന്ദനയും അക്കൂട്ടത്തിൽ വരേണ്ട ഒരു മത്സരാർത്ഥി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ സഹോദരന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നന്ദനയെ പ്രൊട്ടക്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം.